വയറ്റിപ്പിഴപ്പിന്റെ മാർഗമനുസരിച്ച് ചില ദൂതുകളും വെളിപ്പാടുകളും പറയാ. ഇന്ന രീതിയിലൊക്കെ ഇന്ന വേദത്തിൽ ഇന്ന വകുപ്പിൽ ഇന്നതുപോലെയൊക്കെ വന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് നിന്റെ തലയ്ക്ക് വെച്ചിട്ട് പോകും. വീട്ടിൽ ചിലവൻ അയച്ചു കൊടുക്കുന്ന പൈസ പിള്ളേർക്ക് ബിസ്ക്കറ്റും പാല് പോലും മേടിച്ചു കൊടുക്കാതെ ഏതെങ്കിലും അവനെ വിളിച്ചിട്ട് ബന്ധനം എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് 5000 10,000 കൊടുത്ത് ഈ പാവപ്പെട്ട ദൈവമക്കളെ കളിപ്പിക്കാൻ ചില ആളുകളുണ്ട് കേട്ടോ. പെന്തക്കോസുകാർ ഗുണപ്പെടണം. ഇന്ന് ഏറ്റവും കൂടുതൽ കെട്ടും പൂട്ടും അഴുപ്പും ഉള്ളത് പെന്തിക്കോസുകാർക്കേ ഉള്ളൂ. കത്തോലിക്കക്കാരനതില്ല, മർത്തോമക്കാരനതില്ല, CSIക്കാരനതല്ല, ഇവിടുത്തെ മുസ്ലിമിനതില്ല, ഹിന്ദുവിനതില്ല. ഏറ്റവും കൂടുതൽ ബന്ധന അഴുപ്പും കെട്ടും പൂട്ടും പെന്തിക്കോസുകാർക്കാണ്. പിന്നെ വേണമെങ്കിൽ പറയും പ്രസംഗിക്കുന്ന സുരൻ പാസ്റ്റർക്ക് പണ്ടത്തെ കൃപയൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പം വേറൊരു പുള്ളി എറണാകുളത്തു നിന്ന് വന്നിട്ടുണ്ട്. ആമേ സ്തോത്രം, സഭായോഗമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആമേ ഇപ്പം അവിടെ തുടങ്ങും. കാരണം ഇപ്പം പാസ്റ്റർ വന്ന് വീട്ടിൽ ഇരുന്ന സാധനത്തെ ഇറക്കി വിട്ടത്. പക്ഷേ ഇപ്പം മണ്ണിൽ കുടുംബങ്ങളൊക്കെ ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട്. മണ്ണിൽ നിന്ന് പോകണമെങ്കിൽ ആമേ സ്തോത്രം എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കണം. ഒന്ന് സ്തോത്രം പറയാം. അപ്പം വേറൊരാൾ പറയും, ഞാൻ പറയാം, നിൻ്റെ ആയുസ് വരെ നിനക്കൊരു വിടുതൽ കിട്ടണമെങ്കിൽ ഒന്ന് പെന്തക്കോസുകാർ ഗുണപ്പെടണം. ഈ പെന്തക്കോസുകാർ ഇന്ന് വരെയും ആമേ സ്തോത്രം എല്ലാവരുടെ കാര്യമല്ല കേട്ടോ, പ്ലീസ്, എല്ലാവരുടെ കാര്യമല്ല പറയുന്നേ. ആമ ഇന്ന് ഏറ്റവും കൂടുതൽ കെട്ടും പൂട്ടും അഴുപ്പും ഉള്ളത് പെന്തിക്കോസുകാർക്കേ ഉള്ളൂ. കത്തോലിക്കക്കാരനതില്ല, മർത്തോമക്കാരനതില്ല, CSIക്കാരനതല്ല, ഇവിടുത്തെ മുസ്ലിമിനതില്ല, ഹിന്ദുവിനതില്ല. ഏറ്റവും കൂടുതൽ ബന്ധന അഴുപ്പും കെട്ടും പൂട്ടും പെന്തിക്കോസുകാർക്കാണ്. ഒരു പ്രവാചകൻ വന്ന് ദൂത് പറഞ്ഞ് കെട്ടഴിച്ചിട്ട് പോകുമ്പോൾ അടുത്ത 3 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അടുത്തൊരു ഉപവാസ പ്രാർത്ഥന ചെന്ന് കയറുമ്പോൾ അടുത്ത് വേറൊരു പുള്ളി പറയുകയാണ് അവിടെയല്ല തടസ്സം, വേറൊരു സ്ഥലത്താണ്. അപ്പോൾ പറയും, പാസ്റ്റേ ആ പ്രവാചകനെ കൊണ്ടുപോവാ, ആ കെട്ടൊന്ന് അഴിച്ചു തരാൻ പറയാം. സ്തോത്രം പറയാം. ഹല്ലേലൂയ. ആമേ. ഞാൻ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തു. ഏറ്റവും പ്രായമുള്ളൊരു ദൈവദാസൻ, ആ ടീമിൽ 10 പേരുണ്ടായിരുന്നു. പ്രായം കൂടിയ ഒരു ദൈവപുരുഷൻ, ദൈവമനുഷ്യൻ, കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ആമേ ഹല്ലേലൂയ, യൂട്യൂബിൽ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ സഭയിൽ ചില നാളുകൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ വന്ന് കെട്ടുണ്ട്, ബന്ധനമുണ്ട് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ശുശ്രൂഷ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ഈ പറഞ്ഞ കെട്ടും ബന്ധനവും അഴിക്കാൻ പറഞ്ഞു. അടിച്ചിട്ട് പെയ്യാ മതി എന്ന്. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഈ പാവപ്പെട്ട ദൈവമക്കളെ കളിപ്പിക്കാൻ ചില ആളുകളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഞാൻ പറയാ, ഈ ബന്ധനം അഴിപ്പും ആമേ ഹല്ലേലൂയ ഇത് കത്തിപ്പെന്ന് പറഞ്ഞ ദൈവം കൊടുക്കുന്ന ശുശ്രൂഷ ചിലർക്ക് കൊടുത്തിട്ടുണ്ട്. അവരഴിച്ചാൽ ഇത് അഴിയത്തുള്ളൂ. കാരണം തമ്പുരാന്റെ കരം ഇറങ്ങി വന്നാൽ ഈ കെട്ട അഴിയത്തുള്ളൂ. എല്ലാവരും അഴിച്ച ഇത് അഴിയത്തില്ല. അതുകൊണ്ട് വയറ്റിപ്പിഴപ്പിന്റെ മാർഗമനുസരിച്ച് ചില ദൂതുകളും വെളിപ്പാടുകളും പറയാ. ഇന്ന രീതിയിലൊക്കെ ഇന്ന വേദത്തിൽ ഇന്ന വകുപ്പിൽ ഇന്നതുപോലെയൊക്കെ വന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് നിന്റെ തലയ്ക്ക് വെച്ചിട്ട് പോകും. യൂട്യൂബിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ഇത് മനസ്സിലാക്കണം. പാവപ്പെട്ടവ മരുഭൂമി ചെന്നിരുന്ന് കഷ്ടപ്പെട്ട് കണ്ണുനീരൊഴി കരഞ്ഞ് വീട്ടിൽ ചിലവൻ അയച്ചു കൊടുക്കുന്ന പൈസ പിള്ളേർക്ക് ബിസ്ക്കറ്റും പാല് പോലും മേടിച്ചു കൊടുക്കാതെ മേശയ്ക്കകത്ത് ഡയറിക്കകത്ത് കൊണ്ടുവച്ചിട്ട് ഏതെങ്കിലും അവനെ വിളിച്ചിട്ട് ബന്ധനം എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് 5000 10,000 കൊടുത്ത് പ്രാർത്ഥന വെച്ചിട്ട് ബന്ധനം അഴിഞ്ഞില്ലെന്ന്. നിങ്ങൾ വല്ല ഇത് കേൾക്കുന്നുണ്ടോ? ഒന്ന് ഗുണപ്പെട്ടോണം. എന്തൊരു ബന്ധനം! അറയിൽ കടന്ന് വാതിലടച്ച് അകത്ത് കയറി രഹസ്യത്തുള്ള പിതാവിനോട് മത്തായി 26:39 എടുത്തോണ്ട് കയറണം. കമന്ന് വീണ് കിടന്ന് ദൈവസനിൽ കരഞ്ഞ് പ്രാർത്ഥിക്കണം. നിന്നെ കൊണ്ട് പറ്റാത്തതുണ്ടെങ്കിൽ അപ്പോസ്തലന്മാരുണ്ട്, അവരെ വിളിച്ച് പ്രാർത്ഥിച്ച കെട്ടിനെ അഴിപ്പിക്കണം. ആമേ. എല്ലാവരും വന്ന് അഴിച്ചാൽ അഴിയത്തില്ല.